ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ നോൺ വെജ് റെസിപ്പിയാണ് KFC ചിക്കൻ. പുറമെ ക്രിസ്പി ആയതും ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ചിക്കൻ റെസിപ്പി നമുക്ക് നോക്കി നോക്കാം. സോസ് റെസിപ്പി കൂടിയുണ്ട്. ഒരു ബൗളിലോട്ട് ചിക്കൻ പീസസ് ഇട്ടുകൊടുക്കാം. സ്കിന്നുള്ള ടൈപ്പ് ചിക്കനാണ് വേണ്ടത്. ഞാൻ ഏകദേശം 1 കിലോളം എടുത്തിട്ടുണ്ട്. ചിക്കൻ മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ഒഴിച്ച് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വേറൊരു ബൗളിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ വീതം, രണ്ടും ഓരോ ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒറിഗാനോ 1/4 ടീസ്പൂൺ, അത് ഓപ്ഷനിലാണ്. അതുപോലെ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മിനിമം 1 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ സമയം വെക്കുന്നത് നല്ലതാണ്. സമയം ഉണ്ടെന്ന് വെച്ചാൽ 1-2 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദ, അതിനോടൊപ്പം തന്നെ കോൺഫ്ലോർ 1/4 കപ്പ്, ഉപ്പ് 1 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 1/4 ടീസ്പൂൺ, ഓപ്ഷണലാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലോട്ടൊന്ന് വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ ഇതുപോലെ മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫ്ലോർ മിക്സ് ഒന്ന് ഇതിന് മുകളിലോട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഒന്ന് കുടഞ്ഞ ശേഷം മാറ്റി വയ്ക്കാം. ഇതുപോലെ ഓരോ പീസസും ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഫ്ലോർ മിക്സ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടയാൻ മറക്കരുത്. എക്സസ് ആയിട്ടുള്ള ഫ്ലോർസ് ഒക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുടയുന്നത്. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈദ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ബട്ടറും മൈദയും ഒരേ ക്വാണ്ടിറ്റി ആയിരിക്കണം. നല്ലപോലെ മിക്സ് ചെയ്യാം.
ബട്ടറിൽ നല്ലപോലെ മൈദ ഒന്ന് മിക്സ് ആയി കിട്ടട്ടെ. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് അതിലോട്ട് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതുപോലെ കുറുകി വരുമ്പോൾ അതിലോട്ട് ഒരു ചീസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.